നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നന്നായി നടന്നു വരുമ്പോൾ പെട്ടെന്ന് എന്തോ ഒന്നത് തടയുന്നതായി തോന്നിയിട്ടുണ്ടോ? വലിയൊരു അവസരം നിങ്ങളുടെ കൈവെള്ളയിൽ എത്തിയ ശേഷം അവസാന നിമിഷം അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങൾ അത് ഭാഗ്യക്കേടാണെന്ന് കരുതി സമാധാനിക്കുന്നുണ്ടാകാം. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ അറിയാതെ ചെയ്ത ഒരു വലിയ അബദ്ധം, അതായത് നിങ്ങളുടെ നാവിൽ നിന്ന് വന്ന ഏതാനും വാക്കുകളാണ് നിങ്ങളുടെ വിജയത്തെ കൊന്നുകളഞ്ഞത്. ആചാര്യ ചാണക്യൻ തന്റെ ശത്രുക്കളെ തോൽപ്പിച്ചത് വാളുകൊണ്ടല്ല, മറിച്ച് തന്റെ രഹസ്യങ്ങൾ ആരും അറിയാതെ കാത്തു സൂക്ഷിച്ച മൗനം കൊണ്ടാണ്. അദ്ദേഹം പറയുമായിരുന്നു, വിഷമുള്ള പാമ്പിനേക്കാൾ അപകടകാരിയാണ് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്ന സുഹൃത്ത്. പ്രപഞ്ചത്തിന്റെ മാന്ത്രിക നിയമമായ മാനിഫെസ്റ്റേഷനും പറയുന്നത് ഇതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജം വാക്കാൽ പുറത്തുപോയാൽ അത് ഫലപ്രാപ്തിയിലെത്താൻ പിന്നെ പ്രപഞ്ചം നിങ്ങളെ സഹായിക്കില്ല. ഇന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിജയികൾ പണ്ടേ പഠിച്ചുവെച്ച ആ 3 കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഒരാളോട് പോലും വെളിപ്പെടുത്തരുത്. ഇത് പറഞ്ഞു പോയാൽ നിങ്ങൾ വർഷങ്ങളായി മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ വലിയ സ്വപ്നം എന്നേക്കുമായി ഇല്ലാതായേക്കാം. നിങ്ങൾ ഒരു വിജയിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അറിവ് നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നത് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഈ നിമിഷം മുതൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ ചാണക്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളെ തേടി വരേണ്ട പല വലിയ രഹസ്യങ്ങളും നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടമായേക്കാം. നമുക്ക് നോക്കാം. വിജയം നിങ്ങളെ തേടി വരാൻ വേണ്ടി നിങ്ങൾ എന്നേക്കുമായി നാവടക്കി വെക്കേണ്ട ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഹസ്യം 1. നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ. ദ സൈലൻസ് ഓഫ് ആംബിഷൻ. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഒരു വലിയ സത്യം പറഞ്ഞു. നിന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ നിന്റെ സംസാരം ആയുധത്തെ പോലെ മൂർച്ചയുള്ളതാകരുത്. അത് ഒരു നിഴൽ പോലെ നിശബ്ദമായിരിക്കണം. നമ്മളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം ഇതാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങാനോ ഒരു വലിയ വസ്തു വാങ്ങാനോ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയുന്നു. മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഇതാണ്. എന്തുകൊണ്ട്? 1. തലച്ചോറിലെ വഞ്ചന. നിങ്ങൾ നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെക്കുറിച്ച് മറ്റൊരാളോട് ആവേശത്തോടെ സംസാരിക്കുമ്പോൾ അത് നേടിയതുപോലുള്ള ഒരു വ്യാജ സംതൃപ്തി നിങ്ങളുടെ തലച്ചോറിന് ലഭിക്കുന്നു. മസ്തിഷ്കം ഡോപ്പമിൻ എന്ന ഹോർമോൺ പുറത്തുവിടുകയും ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ ആന്തരിക പ്രേരണ കുറയ്ക്കുകയും ചെയ്യുന്നു. സംസാരിച്ചു തീരുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിലെ ആ കരുത്ത് ചോർന്നു പോയിട്ടുണ്ടാകും. 2. ഊർജത്തിന്റെ വിതരണം. മാനിഫെസ്റ്റേഷൻ എന്നത് ഒരു മർദ്ദമുള്ള കുക്കർ പോലെയാണ്. ആവി ഉള്ളിലിരിക്കുമ്പോൾ മാത്രമേ ഭക്ഷണം വേവൂ. ലക്ഷ്യം പുറത്തു പറയുന്നത് കുക്കറിന്റെ വെയിറ്റ് മാറ്റുന്നത് പോലെയാണ്. എല്ലാ ഊർജവും സംസാരത്തിലൂടെ പുറത്തു പോകുന്നു. ആ ഊർജം പ്രവൃത്തിയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ യുദ്ധം ജയിച്ച ശേഷമേ കാഹളം മുഴക്കാവൂ. 3. സംശയങ്ങളുടെ കടന്നുകയറ്റം. നിങ്ങൾ വലിയൊരു കാര്യം പറയുമ്പോൾ കേൾക്കുന്നവരെല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. അവരുടെ ഒരു ചെറിയ നെഗറ്റീവ് കമന്റ് മതി നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ. അതൊക്കെ നടക്കുമോ എന്ന അവരുടെ ഒരു ചോദ്യം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകും. ആ സംശയം നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ എന്നേക്കുമായി തടയും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു രഹസ്യമായി വളരട്ടെ. അത് ലോകമറിയേണ്ടത് നിങ്ങളിലൂടെയല്ല, നിങ്ങളുടെ വിജയത്തിന്റെ ഗർജനത്തിലൂടെയാകണം. രഹസ്യം 2. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. വെൽത്ത് ആൻഡ് ഫെയിലിയേഴ്സ്. രണ്ടാമത്തെ രഹസ്യം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ്. ചാണക്യൻ പറഞ്ഞു, നിന്റെ ധനനഷ്ടത്തെക്കുറിച്ചോ നിന്റെ സമ്പാദ്യത്തെക്കുറിച്ചോ ഒരിക്കലും അപരിചിതരോടോ സുഹൃത്തുക്കളോടോ സംസാരിക്കരുത്. ഇത് കേവലം ഒരു സാമ്പത്തിക ഉപദേശമല്ല, മറിച്ച് ഒരു വലിയ സൈക്കോളജിക്കൽ തന്ത്രമാണ്. 1. ദാരിദ്ര്യം വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് നിങ്ങൾ 4 പേരോട് പറയുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല. പകരം ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നത് നിർത്തും. മാനിഫെസ്റ്റേഷൻ നിയമപ്രകാരം എന്റെ കയ്യിൽ പണമില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് ദാരിദ്ര്യത്തെയാണ് ആവശ്യപ്പെടുന്നത്. ആ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ദാരിദ്ര്യത്തിലേക്ക് പ്രോഗ്രാം ചെയ്യുന്നു. 2. സമ്പാദ്യം വെളിപ്പെടുത്തരുത്. നിങ്ങളുടെ ലാഭത്തെക്കുറിച്ചോ ബാങ്ക് ബാലൻസിനെ കുറിച്ചോ സംസാരിക്കുന്നത് അനാവശ്യമായ അസൂയയെ ക്ഷണിച്ചു വരുത്തും. ചാണക്യ നീതി പ്രകാരം സമ്പന്നൻ തന്റെ ധനം കാത്തുസൂക്ഷിക്കുന്നത് ഒരു നിധി കാക്കുന്ന പാമ്പിനെ പോലെ ആയിരിക്കണം. മറ്റുള്ളവരുടെ കണ്ണീർ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തളർത്തും. സമൃദ്ധി നിശബ്ദമായി ആസ്വദിക്കുക. അത് പ്രദർശിപ്പിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് വൈബ്രേഷനെ നശിപ്പിക്കും. 3. പണത്തിന്റെ ഒഴുക്ക്. പണം എന്നത് ഊർജമാണ്. ആ ഊർജത്തെക്കുറിച്ച് അമിതമായി സംസാരിക്കുമ്പോൾ അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. വിജയികൾ എപ്പോഴും അവരുടെ സാമ്പത്തിക പ്ലാനുകൾ രഹസ്യമായി വെക്കുന്നു. ഇത് അവരെ സാമ്പത്തികമായി സുരക്ഷിതരാക്കുക മാത്രമല്ല, ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് അവരെ മറച്ചുപിടിക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ പോക്കറ്റിലെ പണം നിങ്ങളുടെ മാത്രം അറിവായിരിക്കട്ടെ. ലോകം കാണേണ്ടത് നിങ്ങളുടെ പണമല്ല, മറിച്ച് നിങ്ങളുടെ മാന്യമായ ജീവിത രീതിയാണ്. രഹസ്യം 3. നിങ്ങളുടെ ദാനധർമ്മങ്ങളും നല്ല പ്രവൃത്തികളും. ആക്ട്സ് ഓഫ് ചാരിറ്റി. മൂന്നാമത്തെ രഹസ്യം ലോകം എപ്പോഴും പുകഴ്ത്തുന്ന ഒന്നാണ്. എന്നാൽ ചാണക്യൻ ഇതിൽ ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത്. നിങ്ങൾ മറ്റൊരാളെ സഹായിക്കുന്നതോ ദാനം നൽകുന്നതോ ആയ കാര്യങ്ങൾ ഒരിക്കലും പരസ്യപ്പെടുത്തരുത്.
ഇന്നത്തെ കാലത്ത് ഒരു സഹായം ചെയ്താൽ ഉടൻ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരാണ് ഭൂരിഭാഗവും. എന്തുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ കെടുത്തുന്നത്? 1. പുണ്യത്തിന്റെ ഊർജം നഷ്ടപ്പെടുന്നു. മാനിഫെസ്റ്റേഷൻ ശാസ്ത്രപ്രകാരം നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും നിങ്ങളുടെ ആത്മീയ ബാങ്ക് ബാലൻസിലെ നിക്ഷേപമാണ്. ഈ നിക്ഷേപം വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സങ്കല്പങ്ങൾക്കും ശക്തി കൂടും. എന്നാൽ നിങ്ങൾ അത് മറ്റുള്ളവരോട് പറയുമ്പോൾ ലഭിക്കുന്ന പുകഴ്ത്തലുകളിലൂടെ ആ പുണ്യം അവിടെ തന്നെ ചിലവഴിക്കപ്പെടുന്നു. രഹസ്യമായി ചെയ്യുന്ന നന്മകൾ മാത്രമേ നിങ്ങളുടെ ഭാഗ്യമായി മാറൂ. 2. അഹങ്കാരത്തിന്റെ കടന്നുകയറ്റം. നല്ല കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം വളരുന്നു. അഹങ്കാരം വളരുന്നിടത്ത് മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടും. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ എളിമയാണ് മഹത്വത്തിന്റെ ലക്ഷണം. സ്വന്തം നന്മകളെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നവന്റെ പ്രഭാവലയം അത്യധികം ശുദ്ധമായിരിക്കും. ഈ ശുദ്ധി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും. 3. പ്രപഞ്ചത്തിന്റെ പ്രതിഫലം. നിങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നേരിട്ട് കാണുന്നു. അങ്ങനെയുള്ളവർക്ക് പ്രതിഫലം നൽകുന്നത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ചാണക്യ നീതി പ്രകാരം പ്രശസ്തിക്കു വേണ്ടി ചെയ്യുന്ന നന്മകൾ വെറുമൊരു കച്ചവടമാണ്. അത് ഭാഗ്യമായി മാറില്ല. നിശബ്ദമായി സേവനം ചെയ്യുക. പ്രപഞ്ചം നിങ്ങളെ അത്ഭുതകരമായ രീതിയിൽ അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ നന്മകൾ നിങ്ങളുടെ രഹസ്യമായിരിക്കട്ടെ. ആ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. മൗനം എന്ന മഹാമന്ത്രം, ദ പവർ ഓഫ് സൈലൻസ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 3 കാര്യങ്ങൾ, നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ, ഇവ കേവലം വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറയാണ്. ചാണക്യൻ തന്റെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ഒരു പാഠമുണ്ട്. ലോകത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം സ്വന്തം നാവിനെ നിയന്ത്രിക്കണം. നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഊർജത്തെ പാഴാക്കാതെ ഉള്ളിൽ സംഭരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭരിക്കപ്പെട്ട ഊർജമാണ് മാനിഫെസ്റ്റേഷനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. 1. മൗനത്തിന്റെ വിജയം. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ ശത്രുക്കൾക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളുടെ പ്ലാനുകൾ എന്താണെന്ന് ലോകം അറിയാത്തതുകൊണ്ട് തന്നെ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വിജയം ഒരു ഇടിമുഴക്കം പോലെ ലോകം കേൾക്കുന്ന ആ ദിവസം വരും. അന്ന് നിങ്ങൾ ഒന്നും പറയേണ്ടി വരില്ല. നിങ്ങളുടെ ജീവിതം തന്നെ ഒരു മറുപടിയായി മാറും. 2. ഈ നിമിഷം മുതൽ തുടങ്ങുക. ഇന്ന് ഈ വീഡിയോ കണ്ടുതീരുമ്പോൾ ഒരു തീരുമാനമെടുക്കുക. അനാവശ്യമായ പ്രദർശനങ്ങൾ ഞാൻ ഒഴിവാക്കും. എന്റെ ലക്ഷ്യങ്ങൾ ഞാൻ പ്രപഞ്ചത്തോടും എന്നോടും മാത്രം പറയും. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. വെറും 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ വിജയി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ വിജയിയെ പുറത്തെടുക്കാൻ ഈ രഹസ്യങ്ങൾ നിങ്ങളെ സഹായിക്കും. ചാണക്യ മലയാളത്തിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അറിവ് വിലപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾക്ക് മാത്രം ഷെയർ ചെയ്യുക. ഓർക്കുക, എല്ലാവർക്കും ഈ അറിവ് ഉൾക്കൊള്ളാൻ കഴിയില്ല. അടുത്ത വീഡിയോയിൽ മറ്റൊരു വലിയ രഹസ്യവുമായി ഞാൻ വീണ്ടും വരും. നിങ്ങളൊരു അത്ഭുതമാണ്. ആ മൗനത്തിൽ നിങ്ങളുടെ വിജയം വിരിയട്ടെ. നന്ദി.